ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ ദിവസം കണ്ട ഒരു പത്രവാർത്തയാണ്. 71 വർഷക്കാലം ഒന്നിച്ചു ജീവിച്ച വിൽഫ് റസൽ വേര എന്ന ബ്രിട്ടീഷ് ദമ്പതിമാർ മരണമടഞ്ഞു. ഇതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടുപേരും ഏകദേശം 3-4 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ 2 ആശുപത്രികളിലായിട്ടാണ് മരണമടഞ്ഞത്. ജീവിതകാലം അത്രയും ഒന്നിച്ചു ജീവിച്ച ആ ആത്മാക്കൾ, ആ മനുഷ്യജന്മങ്ങൾ 2 ആത്മാക്കളായി കരങ്ങൾ കോർത്തുപിടിച്ച് ഇഹലോകത്തിൽ നിന്ന് വേർപിരിയുന്ന ആ കാഴ്ച വിവാഹമെന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സുന്ദരമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിട്ട് മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈശോയിൽ പ്രിയമുള്ളവരെ, മാരേജ് ഈസ് എ ലൈസൻസ് ടു ഹാവ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്ന ഒരു പാളം തെറ്റിയ കാലഘട്ടത്തിൻ്റെ ഗതിവിഗതികൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഈ ലോകത്ത് ഇത്തരം ചില സാന്നിധ്യങ്ങൾ, ഇത്തരം ചില സാക്ഷ്യങ്ങൾ ഏറെ പ്രകാശമാനമാണ്. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളും സിഖുകാരും ആഘോഷിക്കുന്ന കർവ ചൗത്ത് എന്ന ആഘോഷം, ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഉപവാസമെടുത്ത് വ്രതമനുഷ്ഠിച്ച് സന്ധ്യയിൽ ഭർത്താവിൻ്റെ കരം പിടിച്ച് ടെറസിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ പൂർണ്ണ ചന്ദ്രോദയം, ചന്ദ്രൻ്റെ ഉദയം ദർശിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ആചാരം. അങ്ങനെ ഈ ആഘോഷത്തിലൂടെ മരണദൂതുമായി കടന്നു വരുന്ന യമദേവനെ തോൽപ്പിച്ച് സ്വന്തം ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് നേടിക്കൊടുക്കുന്ന ഭാര്യമാരുടെ സാക്ഷ്യമാണ് ഭാരതീയ പാരമ്പര്യത്തിലുള്ളത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ, ദൈവം യോജിപ്പിച്ചതിനെ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട്, നനജലമേകി വളർത്തുവാനായിട്ട് എന്തു വ്രതബദ്ധതയാണ് കുടുംബജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ചെയ്യുന്നത്. പൂർണ്ണചന്ദ്രനോടൊപ്പം തിളങ്ങി നിൽക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ മുഖം ദർശിക്കുവാനായിട്ട്, അവൻ്റെ ആയുസ്സിനു വേണ്ടിയിട്ട് വ്രതബദ്ധതയോടുകൂടി കാവലിരിക്കുവാനായിട്ട് ഭാര്യമാരും അതേപോലെ ഭർത്താക്കന്മാരും തയ്യാറാകുമ്പോൾ കുടുംബജീവിതം ഈ ഭൂമിയിൽ ഏറെ സുന്ദരമായ ദൈവത്തിൻ്റെ വലിയ സമ്മാനമായി മാറും.